Okay, third domain. Bureau is the third domain that needs to be secured against attack. Bureau is complex and is based on the Bureau software accessing the storage arrays. It also depends on the configuration of the storage environments at the primary and secondary sites, especially with remote backup solutions performed directly on a remote tape device or using array-based remote replication. Okay, ഈ array-based remote replication already അറിയാവുന്നതല്ലേ? ആണോ? എന്തായിരുന്നു അറേ ബേസ്ഡ് സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, ഏതൊക്കെ? റിമോട്ട് റിപ്ലിക്കേഷൻ 3 ടൈപ്സ് ആണ്. ഓക്കെ, റിമോട്ട് റിപ്ലിക്കേഷനിലെ ഒരു ടൈപ്പാണ് ഈ സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ അല്ലേ? റിമോട്ട് റിപ്ലിക്കേഷൻ 3 ടൈപ്പ് എന്തൊക്കെയായിരുന്നു? ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, ദെൻ സാൻ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ അല്ലേ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ അതില് ഹോസ്റ്റ് ബേസ്ഡില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഹോസ്റ്റ് ബേസ്ഡില് LVM ബേസ്ഡ് ആൻഡ് ഡാറ്റാബേസ് അല്ലെ, വിയ ലോക്ക് ഷിപ്പിംഗ്, ഡാറ്റാബേസ് റിപ്ലിക്കേഷൻ വിയ ലോക്ക് ഷിപ്പിംഗ് അല്ലെ. സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ എന്താ പഠിച്ചത്? ഡിസ്ക് ബഫറിംഗ്, 3 സൈറ്റ് പറഞ്ഞു അല്ലെ. ദെൻ സാൻ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനും പറഞ്ഞിരുന്നു അല്ലെ. അപ്പം ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, കൺഫ്യൂഷൻ ആകും. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റണം. ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. സോ ഇവിടെ നമ്മൾ ബ്യൂറോ ഡൊമൈനിനെ കുറിച്ചിട്ട്, സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, സൗണ്ട് ക്ലിയർ ആണോ എന്ന്. ഓക്കെ, okay. Organizations must ensure that the DR site, disaster recovery site, okay, DR site means disaster recovery site, maintains the same level of security for the backed up data. Okay, protecting the Bureau infrastructure requires addressing several threats, including spoofing the legitimate identity of a DR site, tampering with data, network snooping, DOS attacks, and media theft. Okay, such threats represent potential violation of integrity, confidentiality, and availability. Okay. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, കൂടുതലും നമുക്ക് ബാക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ സെക്യൂരിറ്റി ത്രെറ്റ്സ് നോക്കുന്നത് അല്ലേ. ഓക്കെ, ബാക്കപ്പ്, റിക്കവറി ആൻഡ് ആർക്കൈവ്സ്, നമ്മുടെ ഈ സ്റ്റോറേജ് ഡിവൈസും അതുപോലെ തന്നെ റിമോട്ട് സ്റ്റോറേജ് ഡിവൈസസും അവിടേക്ക് വരുന്ന അറ്റാക്സ്. ഓക്കെ, ഏതൊക്കെ അറ്റാക്സ് ആണ്? Spoofing the legitimate identity of a DR site, disaster recovery site, tampering with data, network snooping, DOS attacks, and media theft. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്യൂറോയിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡയഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പം സ്റ്റോറേജ് അറേ, വേറൊരു സ്റ്റോറേജ് അറേ, ഇത് DR സൈറ്റിലുള്ളതാണ്, ഇത് ലോക്കൽ സൈറ്റ്. ഓക്കെ, ഇത് റിമോട്ട് സൈറ്റാണ്.
ഓക്കെ. സോ അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഒന്ന് ഒരു അൺഓതറൈസ്ഡ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ഈ ഒരു സൈറ്റിലെ ഏതെങ്കിലും DR സൈറ്റിന്റെ ഐഡന്റിറ്റി ആയിട്ട് കയറി വരിക, ഡാറ്റ ടാമ്പർ ചെയ്യുക. ഓക്കെ, അതല്ലാതെ മീഡിയ തെഫ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡയഗ്രാമും ഉണ്ടാവണം. കേൾക്കുന്നുണ്ടോ? ആപ്ലിക്കേഷൻ ആക്സസ്, മാനേജ്മെന്റ് ആക്സസ് ഡൊമൈൻ, ബ്യൂറോ ആക്സസ് ഡൊമൈൻ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? പറഞ്ഞ്. പിള്ളേരെ ഈ സെക്യൂരിറ്റി ഡൊമൈൻ ഓക്കെ ആണോ? സ്റ്റോറേജ് സെക്യൂരിറ്റി ഡൊമൈൻ 3 ടൈപ്സ് ആണ്. ആപ്ലിക്കേഷൻ ആക്സസ് ഡൊമൈൻ, മാനേജ്മെന്റ് ആക്സസ് ഡൊമൈൻ ആൻഡ് ബ്യൂറോ ആക്സസ് ഡൊമൈൻ. ഓക്കെ, ഈ 3 ഡൊമൈൻസിലും നമ്മൾ ചെയ്ത കാര്യം 2 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 3 ഡൊമൈൻസിലും പോസിബിൾ ആയിട്ടുള്ള ത്രെഡ്സ് നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുക പോസിബിൾ ആയിട്ടുള്ള ത്രെഡ്സ്. എന്നിട്ട് ആ ഓരോ പോസിബിൾ ആയിട്ടുള്ള ത്രെഡ്സിനും നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ടർ മെഷേഴ്സ് കൊടുക്കുക. ഓക്കെ ആണോ? ഹലോ, വിത്ത് ഡയഗ്രാം തന്നെ ഇത് എഴുതണം. റെസ്പോണ്ട് ചെയ്തേ. ഓരോരുത്തർ വിളിക്കണോ ഇനി? അൻസബ്, ശ്രീരാജ് ഓക്കെ ആണോ? സുബിൻ, ഓക്കെ. അപ്പൊ 4 ടോപ്പിക്സ് ആണ് 6th മൊഡ്യൂളിൽ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്, സെക്യൂരിറ്റി ടെർമിനോളജി, റിസ്ക് ട്രിയാഡ്, സെക്യൂരിറ്റി ഡൊമൈൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇംപ്ലിമെന്റേഷൻസിലോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് സെക്യൂറിംഗ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ കഴിയും. ഓക്കെ, സെക്യൂറിംഗ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജിങ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മുടെ മൊഡ്യൂൾ 6 ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഒരേ ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ ഈ സെക്യൂറിംഗ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ തീരും. ഓക്കെ, ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു 3 ടൈപ്സ് ആണ് വരുന്നത്. SAN, NAS, IP/SAN environment. Okay, storage security implementations include basic security implementations in SAN, NAS and IP/SAN environment. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു SAN? റെസ്പോണ്ട് ചെയ്യൂ. സാന്റെ ഫുൾ ഫോം എന്തായിരുന്നു? സ്റ്റോറേജ് അറേ നെറ്റ്വർക്ക് ആണോ? സ്റ്റോറേജ് അറേ നെറ്റ്വർക്ക് ആണോ? ഏരിയ നെറ്റ്വർക്ക്, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആയതാണ്. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, അപ്പം സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യമേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? നമുക്ക് മെയിൻലി ബേസിക് ആയിട്ട് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. എന്തൊക്കെ? സെർവേഴ്സ്, സ്റ്റോറേജ് അറേ, ദെൻ SAN, FC/SAN അല്ലേ? അപ്പം ഈ ഒരു കമ്പോണൻസിനെ പിന്നെയും നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ട്? ഒരു 5 ആയിട്ട് പിന്നെയും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നോഡ് പോർട്സ്, കേബിളിംഗ്, ഇന്റർകണക്ട് ഡിവൈസസ്, സ്റ്റോറേജ് അറേസ്, SAN മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം നമ്മൾ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് SAN ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, സെർവേഴ്സ്, FC/SAN നെറ്റ്വർക്ക്, ദെൻ സ്റ്റോറേജ് അറേ. ഓക്കെ, അപ്പൊ നമ്മൾ എവല്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്
ആദ്യം നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണ്, എന്ത് കോൺഫിഗറേഷൻ ആണ്, ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ് അല്ലെ, വിച്ച് യൂസ് എ ഹബ് ആസ് എ കണക്ടിവിറ്റി ഡിവൈസ് അല്ലെ. ലേറ്റർ പിന്നെ എങ്ങോട്ട് മാറി, നമ്മൾ സ്വിച്ചിലേക്ക് അല്ലെ, ഹൈ പെർഫോമൻസ് FC സ്വിച്ച് ആയി പിന്നീട് കണക്ടിവിറ്റി ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. ആ ഒരു കോൺഫിഗറേഷന്റെ പേര് എന്തായിരുന്നു, ആ ഒരു കോൺഫിഗറേഷന്റെ പേര്? ഫൈബർ ചാനൽ ഫാബ്രിക് സ്വിച്ച്. ചാനലുള്ള നോട്ട്സ് ഓക്കെ അത് നമ്മൾ ജസ്റ്റ് പാർട്ടീഷൻ ചെയ്തപ്പം 3 കമ്പോണൻസിനെ വീണ്ടും പാർട്ടീഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ കണക്ടിവിറ്റിയിൽ വീണ്ടും point to point connectivity, activated loop FCAL, then fabric connect or fiber channel switched fabric ആയിരുന്നു അല്ലേ. ഓക്കെ ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്. ഓക്കെ ഹബ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇതിന്റെ ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആർബിട്രേറ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിംഗ് ടോപ്പോളജി പോലെയാണ്, ഏതാണ്ട് റിംഗ് ടോപ്പോളജി പോലെ. ഇവിടെ സ്വിച്ച്ഡ് ഫാബ്രിക് അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഫാബ്രിക് ആവുന്ന സമയത്ത് എങ്ങനെയാണ്, ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ് അല്ലെ. ഓക്കെ പോർട്സ് FC ആർക്കിടെക്ചർ അത്രയും ഡീറ്റെയിൽസ് പോകണ്ട. ഓക്കെ സാൻ ഇംപ്ലിമെന്റേഷനിൽ കൂടുതലും നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ആകെ 3 കമ്പോണൻസ് ആണ്, ബേസിക് ആയിട്ട് 3 കമ്പോണൻസ്, സെർവേഴ്സ്, നമ്മുടെ സാൻ നെറ്റ്വർക്ക്, ദെൻ സ്റ്റോറേജ് അറേ. അത് ഓർമ്മയുള്ളതല്ലേ? ഹലോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സോണിങ്ങും നമ്മൾ സാനിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്, ഓർമ്മയുള്ള കാര്യമല്ലേ? ഹലോ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എടോ സാൻ മുമ്പ് പഠിച്ചിട്ടുള്ളതല്ലേ, ഓർമ്മയുണ്ടാ? നീ വീണ്ടും പറയണോ, എക്സ്പ്ലെയിൻ ചെയ്യണോ? പിള്ളേരെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ സോണിങ്ങിൽ വീണ്ടും 3 ടൈപ്സ് നമുക്ക് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ടൈപ്പ്? സോണിങ് മെയിൻലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഗ്രൂപ്പ് ആക്കുക അല്ലെ, ലോജിക്കൽ ഗ്രൂപ്പ്സ് ആക്കുകയാണ്. നമ്മുടെ ഫുൾ സാൻ നെറ്റ്വർക്കിനെ ഓരോരോ പാർട്ടായിട്ട്, ഒരു ലോജിക്കൽ പാർട്സ് ആക്കുന്നതാണ് സോണിങ് അല്ലെ. പോർട്ട് സോണിങ്, WWN സോണിങ് ആൻഡ് മിക്സഡ് സോണിങ് നമുക്കുണ്ട്. ഓക്കെ അപ്പം ആ ഒരു സാൻ ആർക്കിടെക്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇംപ്ലിമെന്റേഷൻ, സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് ആണ് ഇനി പറയാനുള്ളത്. ഓക്കെ അപ്പം നോക്കുക. So traditional FC SANs enjoy a natural security advantage over IP-based network. Storage networking environment are a potential target for unauthorized access, theft, and misuse because of the vastness and complexity of this environment. Therefore, security strategies are based on the defense in depth concept. നമ്മൾ ഈ ഡിഫൻസ് ഇൻ ഡെപ്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിഫൻസ് ഇൻ ഡെപ്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹലോ അതൊന്ന് നോക്കിയിട്ട് വരൂ കേട്ടോ, ഈ ഡിഫൻസ് ഇൻ ഡെപ്ത് എന്താന്ന്. ഓക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ which recommends multiple integrated layers of security. Okay, then this ensures that the failure of one security control will not compromise the assets under protection because we are using multiple integrated layers of security. Okay, then SAN also share common security problems associated with physical security and remote administrative access. ഓക്കെ സോ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു സാൻ നെറ്റ്വർക്ക്. ഓക്കെ സാൻ നെറ്റ്വർക്കിനെ സോണിങ് ചെയ്തത് ആ ഒരു ലോജിക്കൽ പാർട്ടീഷൻ കാണിക്കുന്നതാണ്. അപ്പം സെക്യൂരിറ്റി സോൺ A അഡ്മിനിസ്ട്രേറ്റർ,
Zone B, firewall. Zone C, access control switch. Zone D, host switch. Zone E, switch or switch router. Okay, switch or switch router. Then F, distance extension, WAN. Then security zone G, switch storage. Okay, അങ്ങനെ A, B, C, D, E, F, G. 7 zones ആയിട്ട് മീൻസ് 7 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സാനിനെ. ഓക്കെ, അപ്പം ആ ഓരോ സെക്യൂരിറ്റി സോൺസും അതിന്റെ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസും ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ സോൺ എ, authentication at the management console. It restricts management LAN access to authorized users. Okay, only authorized users can access this network. Okay, then implement VPN tunneling for secure remote access to the management LAN. Use two-factor authentication for network access. Two-factor authentication. അപ്പം അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഈ സെക്യൂരിറ്റി ടെർമിനോളജിയിലും കണ്ടിട്ടുള്ളതാണ് two-factor authentication. Okay, then zone B, firewall. Then block inappropriate or dangerous traffic by filtering out addresses that should not be allowed on your LAN. Screening for allowable protocols. Block well-known ports that are not in use. Okay. Firewall. Then zone C, access control switch. Authenticate users or administrators of FC switches using Radius remote authentication dial-in user service. Then Diffie-Hellman challenge and shake authentication protocol, etc. Okay, then zone D, ACL and zoning. Restrict FC access to legitimate host by implementing ACS. Non-HBAs can connect on specific switch ports only. B, implementing a secure zoning method such as port zoning, also known as hard zoning. Then zone E, switch to switch or switch to router. Okay, switch to switch എന്ന് പറയുന്ന സമയത്ത് we use E port. Then protect traffic on your fabric by using ePort authentication, encrypt the traffic in transit, implementing FC switch controls and port controls. Zone F, distance extension. Implement encryption for in-flight data. FCSec for long distance FC extension, IPsec for SAN extension via FCIP. Then zone G, switch storage. It protects the storage arrays on your SAN via WWPN based LUN masking. Then SID locking, masking based on source FCID, fiber channel ID or address. Okay, അപ്പോൾ ഓരോ സോണിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇന്റഗ്രേറ്റഡ് ലെയേഴ്സ് ഓഫ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളാണ് ഓരോ സോണിലും നമ്മൾ എന്ത് പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഇത്രയും ഓക്കെ ആണോ? സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം സാനിനെ കുറിച്ചിട്ട് എഴുതാം, ദെൻ ഡയഗ്രാം, ദെൻ ഈ ഒരു ഓരോ സോൺസും അതിന്റെ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസും എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, ദെൻ SAN security, basic SAN security mechanism, LUN masking and zoning. Okay, LUN already നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ലോജിക് യൂണിറ്റ് നമ്പർ. ലോജിക് യൂണിറ്റ് നമ്പർ മാസ്കിംഗ്,
or LU masking is an authorization process that makes a logic unit number available to some host and unavailable to other host. Okay. Then switch-wide and fabric-wide access control. RBAC. RBAC means Role Based Access Control. ആ പേരിൽ തന്നെ എന്താ കാര്യം എന്ന് പറയുന്നുണ്ട്. Role Based Access Control, which means ഓരോ ഇൻഡിവിജ്വൽ യൂസേഴ്സിന്റെ റോൾ എന്താണ് നോക്കിയിട്ടാണ് അതിന് ആക്സസ് കൊടുക്കുന്നത്. ഓക്കെ, മീൻസ് ഇറ്റ് റെസ്ട്രിക്ട്സ് നെറ്റ്വർക്ക് access based on the roles of individual users within an enterprise. Okay, അപ്പം ഒരു എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് അവർക്ക് വേണ്ട ഇൻഫോർമേഷനിൽ മാത്രമേ ആക്സസ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ പോലെ തന്നെ. ഓക്കെ, so role-based access control is a method of restricting network access based on the roles of individual users within an enterprise. Okay, RBAC lets employees have access rights only to the information they need to do their jobs and prevents them from accessing information that doesn't pertain to them. Okay, RBAC okay ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. പിള്ളേരെ ഓക്കെ ആണോ? RBAC, Role Based Access Control. Then logical partitioning of a fabric, virtual SAN. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിർച്വൽ സാനിൽ പഠിക്കുന്ന സമയത്ത് മൊഡ്യൂൾ 3. അപ്പൊ ഇത്രയാണ് സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ചിലപ്പോൾ സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്ന് തന്നെ ചോദിച്ചെന്നിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചറിന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ല, സ്റ്റോറേജ് സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യനും അതിന്റെ മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. കേൾക്കുന്നുണ്ടോ? ഹലോ, ഇത്രയും ഭാഗം മനസ്സിലായോ? ഇംപ്ലിമെന്റേഷനിലെ സാൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സാനിന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംപ്ലിമെന്റേഷൻസ് എവിടെയും വരുന്നുണ്ട്, നാസിലും IP സാനിലും വരുന്നുണ്ട്. എന്തായിരുന്നു നാസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? പറയൂ, നാസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? റെസ്പോണ്ട് ചെയ്തേ. നാസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഓരോരുത്തർ വിളിച്ച് ചോദിക്കണോ ഇനി? ഓക്കെ, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. ഓക്കെ, IP സാനോ? IP സാന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം നാസിന്റെ എങ്ങനെയായിരുന്നു? നാസിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? 4th മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. നാസ് മെയിനായിട്ട് എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നേ?
മെയിൻ സർവീസ് എന്താ നാസിന്റെ? ഷെയറിംഗ് സ്റ്റോറേജ്. ഓക്കെ, ഫയൽ ഷെയറിംഗ് ആയിരുന്നു മെയിൻലി. നാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു, ഫയൽ ഷെയറിംഗ് പർപ്പസ് അല്ലെ. നാസ് കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ നാസ് കമ്പോണൻസ്? ഹെഡ് മാത്രമേ ഉള്ളൂ? ഹെഡിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഹെഡിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നാളെ വരുമ്പോൾ നാളത്തെ ക്ലാസ്സിന് ഈ നാസ് എങ്ങനെയായിരുന്നു അതിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നാസും IPSAN നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.